പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ബൈബിളിൽ നാം നോക്കിയാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് നാം എന്ത് ട്രഷർ ചെയ്ത് വെച്ചിരിക്കുന്നോ അതാണ് നമ്മുടെ നാവ് വെളിവാക്കുന്നത്, അല്ലെ നമ്മുടെ വായ വെളിവാക്കുന്നത്. ഇത് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 21, നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 34, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നാം സംസാരിക്കുന്നതും നാം ചിന്തിക്കുന്നതിനെയും തമ്മിൽ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാം ഡീപ്പ് ഇൻസൈഡ് ഓഫ് അസ് നാം എന്ത് വിശ്വസിക്കുന്നോ അതിനെ നമ്മൾ പറയുന്നതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാം ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ നന്മയെയും പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നാം എവിടെയെല്ലാം അവനെക്കുറിച്ച് പറയുന്നുണ്ടോ ആ കാര്യം വെളിവായി വരും. അത് സ്പില്ല് ചെയ്ത് വരും നമ്മുടെ വായിൽ കൂടെ, തീർച്ചയായിട്ടും. സർക്കംസ്റ്റൻസസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അനുഭവങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് നമ്മുടെ ആ സ്തുതിനെ പിടിച്ചു വെക്കാൻ ഒരിക്കലും നമുക്ക് കഴിയേയില്ല. നമ്മളതുകൊണ്ട് വാസ്തവമായി ദൈവമാണ് രാജാതി രാജാവ്, ഈ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സ്വർഗമണ്ഡലങ്ങളെയും അധോലോകത്തെയും സകലത്തെയും സൃഷ്ടിച്ച കർത്താവിന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ടെന്നും അവൻ നമ്മുടെ കർത്താവാണെന്നും ദൈവമക്കളെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ദ സ്ട്രെങ്ത് ആൻഡ് ദ ഡെപ്ത് ആൻഡ് എനർജി ഓഫ് അവർ പ്രൈസ് ടു ഗോഡ്, നമ്മുടെ നാവ് കൊണ്ടുള്ളതും നമ്മുടെ ജീവിതം കൊണ്ടുള്ളതും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും എന്ത് വിശ്വസിക്കുന്നു എന്നതുമായിട്ട് കണക്റ്റഡാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനില്ല. ദൈവത്തെ വിശ്വസിച്ച് അവനെ സ്തുതിക്കുന്നത്, അത് നമ്മൾ രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളർന്ന് വരണം. എത്രയും ആഴത്തിൽ അതുപോലെ എത്രയും ശക്തിയിൽ നാം വിശ്വസിക്കുന്നു, നമ്മുടെ സ്തുതിയുടെ ആ വലിപ്പവും അതിൻ്റെ ആ വീതി വിസ്താരവും അത്രയ്ക്കും വലുതായിരിക്കും, കൂടുതലായിരിക്കും. ദ മോർ വി പ്രൈസ് ദ ലോർഡ്, ദ മോർ വി വിൽ ബിഹോൾഡ് ഹിസ് ഗ്ലോറി ആൻഡ് സീ ഹിസ് ഹാൻഡ് കണ്ടിന്യൂലി അറ്റ് വർക്ക് ഇൻ അവർ ലൈഫ്സ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ചിലപ്പോൾ സത്യത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഡേഞ്ചറിലാകപ്പെട്ടു പോകുന്നൊരു സമയം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും വല്ലാത്തൊരു രോഗത്താൽ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ, നാം പറയട്ടെ, നമ്മൾ തന്നെ ചിലപ്പോൾ വല്ലാണ്ട് അസ്വസ്ഥതരാകുമ്പോൾ, അസുഖം പിടിച്ചിരിക്കുമ്പോൾ, എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡീപ്പ് ഇൻസൈഡ് ഓഫ് us നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തുവാ? നമ്മുടെ ദൈവം സകല കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടിച്ചേർക്കും. അതുകൊണ്ട് ഇത് നമുക്ക് ദോഷമായി ഭവിക്കത്തില്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് നാം അത് നമ്മുടെ നാവ് കൊണ്ട് പറയണം. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ മരണത്തിൻ്റെ ഭീഷണി വരെ നമുക്ക് അടുത്ത് വന്നേക്കാം. നമ്മുടെ വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണോ, ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നത് ശരിയാണോ എന്നോർത്ത് ഡൗട്ട് നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഇതിലെ വരല്ലേ. ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചൊരു സംശയം നിനക്ക് വരരുതേ. ദൈവം സൗഖ്യമോക്കുന്ന യഹോവയാണെന്നുള്ളത് പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ഒരു സംശയവും അതേക്കുറിച്ച് വരരുതേ. ദൈവം തീർച്ചയായിട്ടും നിന്നെക്കുറിച്ച് മാത്രമല്ല ദൈവം ഇതിലേ, നിൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ കൺസേൺഡാണ്. നിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവൻ ഒരിക്കലും അൺകൺസേൺഡായി പോകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത, അവൻ്റെ സ്നേഹം, നമ്മളോടുള്ള അവൻ്റെ കരുതൽ,
അവൻ നമുക്ക് ചെയ്തു തരുന്ന നന്മകൾ അതെല്ലാം ഓർത്ത് നോക്കിയാൽ അവൻ്റെ ആ കെയറിനും കംഫർട്ടിനും പവർ ടു ഹീൽ അതെല്ലാം ഓർത്തോർത്ത് നമുക്കവനെ സ്തുതിക്കുവാൻ കഴിയും. അങ്ങനെ നാം അവനെ സ്തുതിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും എല്ലാം ഒരു സന്തോഷത്തിൻ്റെ ലെവലിലായിരിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം എന്തു പറഞ്ഞിരിക്കുന്നു അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം ആഴത്തിൽ വേരൂന്നുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. പ്രൈസ് ഗോഡ്. നമ്മളെ കംഫർട്ട് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ഡെസ്പിറേഷൻ വരുമ്പോഴും സ്നേഹത്തോടെ അവൻ നമ്മെ കംഫർട്ട് ചെയ്യും. വലിയ ഭയം നമ്മെ ബാധിക്കുമ്പോഴും കർത്താവ് നമ്മെ വിട്ടിട്ട് പോകത്തില്ല. നമ്മെ അവൻ നിസ്സഹായരായി ഇട്ടിട്ട് പോകത്തില്ല ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. എന്തെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നേരെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ എന്തെല്ലാം ത്രെറ്റുകൾ വന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ക്വസ്റ്റ്യൻ ചെയ്യാതെ പരിധിയില്ലാതെ പ്രവർത്തിക്കുന്ന സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് സൗഖ്യം കണ്ടവരല്ലേ നമ്മൾ, സൗഖ്യം പ്രാപിച്ചവരല്ലേ നമ്മൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഡ്യൂട്ടികളും വിശ്വസ്തയോടെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാം. ദൈവം പറയുന്ന കൽപ്പനകളെല്ലാം നമുക്ക് അനുസരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശക്തിയുള്ള ദൈവത്തെ, സ്നേഹിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. സങ്കീർത്തനം 56:4 ഇങ്ങനെ പറയുന്നു. സാം 56:4 ഇങ്ങനെ പറയുന്നു. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ ആ സ്തുതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലം പകരുന്നൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ എന്നും യുദ്ധങ്ങളും യുദ്ധശ്രുതികളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുക അല്ലേ? നമ്മുടെ ഭയം വർദ്ധിക്കുന്നില്ലേ? നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആകുന്നില്ലേ? പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നില്ലേ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളിൽ മാത്രം നാം ഫോക്കസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ നമുക്കൊരു സ്പിരിച്വൽ റിലമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും അൺറിയൽ അല്ല. ആ സ്പിരിച്വൽ റിലത്തിലുള്ള കാര്യങ്ങൾ അതൊരിക്കലും ഫോഗിയായിട്ട് നിനക്ക് തോന്നരുത്. അത് മങ്ങിയിരിക്കത്തില്ല കുഞ്ഞെ. ദൈവം അത് വചനത്തിൽ കൂടെ നിനക്ക് തെളിവാക്കി വെളിവാക്കി തരും. പ്രൈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നിന്നങ്ങ് മാറും. ദൈവം ആരാണെന്നുള്ള ചിന്ത നമ്മളങ്ങ് മറക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആ സന്തോഷവും ആ എക്സൈറ്റ്മെൻറ്റും നമ്മുടെ ജീവിതത്തിൽ അതങ്ങ് നഷ്ടപ്പെടും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ ആ ചിന്തകളൊക്കെ ഈ ലോകത്തിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നാം നിർത്തരുത്. നിർത്തിയാൽ അത് നമ്മളെ ഗ്രൈൻഡ് ചെയ്ത് തീർക്കും. ഗ്രൈൻഡ് ചെയ്ത് നമ്മളെ അത് പൊടിയാക്കും. നമ്മളെ എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? നമ്മളെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചതല്ലേ? ആ പൊടിയിലേക്ക് നമ്മെ കൊണ്ടിടും. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അൺജസ്റ്റായിട്ടുള്ള സർക്കംസ്റ്റൻസസ് ജീവിതത്തിൽ വന്നാലും നമ്മൾ നമ്മുടെ ആ ഫ്രീ വില്ല് എക്സസൈസ് ചെയ്യണം. അതെന്തുമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തെ ഇഗ്നോർ ചെയ്യുന്നതിന് പകരം ദൈവത്തെ പ്രേസ് ചെയ്യുവാൻ തുടങ്ങണം. ഞാൻ പറയട്ടെ, സ്തുതിക്കുന്നതിന് ഒരു സ്ട്രോങ് ഇമോഷണൽ ഡയമെൻഷൻ ഉണ്ട്. പ്രേസ് ഗോഡ്. നമ്മൾ അതാണല്ലോ സങ്കീർത്തനത്തിലൊക്കെ കാണുന്നത്. കാത്തിരുന്ന്, യഹോവയ്ക്കായി കാത്തിരുന്ന് ഹല്ലേലൂയ അവനെ സ്തുതിക്കണം. എല്ലാ സിറ്റുവേഷനിലും, ജയം വന്നാലും തോൽവി വന്നാലും, നാം ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും നാം സമൃദ്ധി അനുഭവിക്കുമ്പോഴും ഒക്കെ നാം ദൈവത്തെ പ്രേസ് ചെയ്യുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പക്ഷേ ചില സമയത്ത് നമുക്കൊരിക്കലും അങ്ങോട്ട് സ്തുതിക്കാനായിട്ട് തോന്നാത്തപ്പോഴാണ് നാം ഏറ്റവും അധികം സ്തുതിക്കേണ്ടത് കേട്ടോ. കുഞ്ഞെ, ഞാൻ പറയട്ടെ, നീ ഡിസ്കറേജ്ഡ് ആയിട്ട് പോകുമ്പോൾ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങ്. പയ്യല്ല, നിൻ്റെ മുറിയിൽ കയറി നീ വാതിലടിച്ച് നീ ഒച്ചത്തിൽ വി പ്രേസ് യു ജീസസ് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങ്. നീ തോറ്റിരിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, നിൻ്റെ ചില ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ കഴിയാതെ ഇരിക്കുവാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങ്. പ്രേസ് ഗോഡ്. നീ ട്രഷർ ചെയ്യുന്ന ചില റിലേഷൻഷിപ്പില്ലേ, അത് വെൻ ഇറ്റ് സീം ടു ബി ഫോളിങ് എ പാർട്ട്, അത് അകന്നു പോവാണെന്ന് തോന്നുമ്പോഴും കുഞ്ഞെ
നീ പ്രേസ് ചെയ്യുവാൻ തുടങ്ങുക. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? ഹല്ലേലൂയ. പ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യണമെന്ന്. പ്രേസ് ഗോഡ്. നമ്മൾ ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ മേലുള്ള ശക്തിയൊന്നുമല്ല അത് കേട്ടോ. നമ്മുടെ എല്ലാ ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിൽ നിന്നും നാം നമ്മുടെ കണ്ണുകളെ മാറ്റിയിട്ട് നാം അതിനെ റീഡയറക്റ്റ് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് നോക്കണം. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്തതിനെ നോക്കണം. ആ സമയത്ത് ദൈവം റിയൽ ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ തരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദ ട്രൂത്ത് ഫോർ ദ ബിലീവർ ഈസ് ദാറ്റ് ദിസ് ടാഞ്ചിബിൾ ഫിസിക്കൽ വേൾഡ് ഈസ് നോട്ട് ദ റിയൽ വേൾഡ്. ഇതല്ല കുഞ്ഞെ റിയൽ വേൾഡ്. ഹല്ലേലൂയ. റിയൽ വേൾഡ് അല്ലെങ്കിൽ റിയൽ ഹോം നമ്മുടെ ഏതാണെന്നറിയാമോ? നമ്മുടെ അൾട്ടിമേറ്റ് ഹോം ഏതാ? സ്വർഗീയമാ, ഹെവൻലിയാ, സ്പിരിച്വൽ റിലമാ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വ്യത്യസ്തമാണ്. നാം ദൈവത്തിൻ്റെ പ്രസൻസാണ് അപ്പോൾ അവിടെ അനുഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. വിശ്വാസവും പ്രത്യാശയും ഒക്കെ വേരിറങ്ങി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഫ്ലറിഷ് ചെയ്യുവാൻ തക്കോണം. നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരുവാൻ തക്കോണം ഇടയാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നിരാശകൾ മാറി പ്രത്യാശ വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറി വെളിച്ചം വീശട്ടെ കർത്താവേ. പലപ്പോഴും സാഹചര്യങ്ങളിലേക്ക് നോക്കി, ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിനെ നോക്കി, ഞങ്ങളുടെ ഹെവൻലി ആയിട്ടുള്ള ആ സ്പിരിച്വൽ റിലമിലുള്ള സകല കാര്യത്തെ ഞങ്ങൾ മറന്നു പോകുന്നവരാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം തരണമേ. ഏത് സാഹചര്യത്തിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തുതി കൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ സാഹചര്യങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിങ്ങളെ സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.